വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പാഠത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഏർലി ഹ്യൂമൻസ് ആൻഡ് കൾച്ചർ. ആദിമ മനുഷ്യർ. ഏർലി ഹ്യൂമൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ആദിമ മനുഷ്യർ, പണ്ടുള്ള ആൾക്കാർ. അതുപോലെ കൾച്ചർ എന്ന് വെച്ചാൽ ഞാൻ സംസ്കാരം എന്നാണ്. ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് സംസ്കാരങ്ങൾ. നമ്മൾ മലയാളവും ഇംഗ്ലീഷും കൂടെ പഠിക്കണം. ഏതൊരു വാക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ മലയാളം ഒക്കെ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ ടെസ്റ്റ് എടുത്തിട്ടൊന്ന് തുറന്നേ. അതിൻ്റെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു മഞ്ഞ ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതിനകത്തിൽ എന്താണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു, അതായത് മകൾക്ക് അയച്ച കത്തുകൾ കേട്ടോ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാൻ നിങ്ങളൊന്ന് നോക്കണം. ഇംഗ്ലീഷ് മീഡിയക്കാരെ എൻ്റെ അർത്ഥം ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഞാനിവിടെ നോട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, ആ മഞ്ഞ ബോക്സിലെ നോക്കി കുഞ്ഞുങ്ങളെ. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. ആണോ? നമുക്കൊന്ന് ഊഹിച്ചുവിടാം. ഇന്നത്തെ കൂട്ടാണോ? പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ്, സ്ഥലം നോക്കണം കുഞ്ഞുങ്ങളെ, ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ചൊരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചിട്ടപ്പോൾ കണ്ടുകിട്ടിയതാണ്. കുഴിച്ചിട്ടപ്പോഴല്ല കുഞ്ഞുങ്ങളെ, കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് അതിന് വന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഹൈഡൽബർഗ് എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? ആ സ്ഥലത്ത് നിന്നും അത് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത് കേട്ടോ. അതൊരു ബോക്സിനകത്തിലുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ടെസ്റ്റിനകത്തിലെ നോക്കാം. ടെസ്റ്റിനകത്തിലെ ആദ്യത്തെ പേജിലെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അത് കഴിഞ്ഞിട്ട് നോക്കി കുഞ്ഞുങ്ങളെ. ഫോർ ദ സാക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ analysis, the timeline is divided into two periods. The period before the birth of Jesus Christ is known as before Christ അല്ലെങ്കിൽ BC, and the period after his birth is called Anno Domini AD. This system is now referred to as before Common Era BCE and before Common Era വല്ലോ. മനസ്സിലായോ നിങ്ങളെ? ഇംഗ്ലീഷുകാർ ഇത് റഫായിട്ടൊന്ന് പഠിച്ചിരിക്കണേ. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണെന്നറിയോ? നമ്മുടെ ഈ കാലഗണന അനുസരിച്ച് അല്ലെ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ചരിത്രത്തെ 2 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചു. ചരിത്രത്തെ ഹിസ്റ്റോറിക്കൽ അനലൈസ്, ചരിത്രത്തെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. പൊതുവർഷത്തിനു മുമ്പും പൊതുവർഷവും എന്നിങ്ങനെ 2ആയിട്ടാണ്. എന്താ നിങ്ങളെ? പൊതുവർഷം അതായത് ബിഫോർ കോമൺ എറയും എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കേ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ബി സി മീൻസ് എന്താണ്? ബിഫോർ ക്രൈസ്റ്റ്. അതുപോലെ AD അന്നോ ഡൊമിനി എന്നിങ്ങനെ വിഭജിച്ചിരുന്നു കേട്ടല്ലോ. BCയുടെ ADയുടെ ഫുൾ ഫോം പഠിച്ചോണേ. പിന്നെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ കുഞ്ഞുങ്ങളെ എന്താ BC എന്ന് പറയുന്നത്. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെയാണ് AD അല്ലെങ്കിൽ അന്നോ ഡൊമിനി എന്ന് അറിയപ്പെടുന്നത് കേട്ടല്ലോ. ഈ 2 വരി നല്ലതുപോലെ മലയാളം മീഡിയക്കാർ പഠിക്കണേ. ഇംഗ്ലീഷ് മീഡിയക്കാരും ഈ 2 വരി കേട്ടോ എഴുതിയെടുത്ത് വലുതായിട്ട് നമ്മുടെ സ്കൂളിലെ നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് എൻ്റെ ലിങ്ക് എഴുതി എടുക്കുന്നവരുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു ബുക്ക്, വരയിടാത്ത ഒരു ബുക്ക് എടുത്തിട്ട് ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാമെങ്കിൽ എളുപ്പം നോക്കി പഠിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞ കുഞ്ഞുങ്ങളെ. അപ്പം നോക്കിക്കേ, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ നമ്മൾ BC എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ AD എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് പക്ഷേ എന്താണെന്നറിയോ? BC എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ ടെസ്റ്റിലെല്ലാം അങ്ങനെയാവും നിങ്ങളെ അറിയപ്പെടുന്നത് കേട്ടോ. BC AD എന്നില്ല. BCE എന്ന് വെച്ചാൽ ബിഫോർ കോമൺ എറ കേട്ടോ. ബിഫോർ കോമൺ എറ എന്നും കോമൺ എറ എന്നുമാണ് ഇപ്പോഴത്തെ ടെസ്റ്റിൽ കാണുന്നത്. ദിസ് സിസ്റ്റം ഈസ് നൗ ഇപ്പോഴറിയപ്പെടുന്നത് ഈ 2 കേട്ടോ. റഫായിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങളെ. ഓക്കെ ആണോ? അത്രയും നിങ്ങളുടെ ടെസ്റ്റിലെ ആദ്യത്തെ കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ടെസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് ഞാൻ ആ ടെസ്റ്റിൽ നിന്ന് നോട്ട് സെപ്പറേറ്റ് എഴുതി എടുത്തതാണ്. നോക്കൂ, അതിനകത്തിൽ തന്നെ പറഞ്ഞത് ഈ സെഞ്ചുറി മീൻസ് എന്താ കുഞ്ഞുങ്ങളെ? ഈ സെഞ്ചുറി നമ്മുടെ സച്ചിൻ സെഞ്ചുറി അടിച്ചു അല്ലേ? പിന്നെന്താ ഇപ്പോഴത്തെ ക്രിക്കറ്റുകാരൊക്കെ അല്ലേ, ഓരോരുത്തരുടെയും പേര് ഒരുപാട് പേരുണ്ടല്ലേ, അവരൊക്കെ എന്താണ് സെഞ്ചുറി അടിച്ചു എന്നൊക്കെ പറയത്തില്ലേ?
അല്ലേ, നമ്മുടെ അഭിഷേക് അല്ലേ. അപ്പം 1 നൂറ്റാണ്ട് എന്നാണ് 100 വർഷം എന്ന് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ, നൂറ്റാണ്ട്, സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 100 സെഞ്ചുറി എന്ന് പറയുന്നത് കേട്ടോ. 100 ഇയേഴ്സിനെയാണ് നമ്മൾ സെഞ്ചുറി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. എ മില്യൺ ഇയേഴ്സ് മീൻസ് 10 lakh ഇയേഴ്സ്. മില്യൺ അല്ലേ, മില്യൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് 1 ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ് അല്ലേ. ഇന്ത്യൻ സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം ഒക്കെ അറിയാമോ കുഞ്ഞുങ്ങളെ? അത് നമ്മൾ മാത്സിൽ പഠിച്ചതാട്ടോ. അഥവാ നിങ്ങൾക്ക് അറിയത്തില്ലേ, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ. അതിനകത്തിൽ ഇന്ത്യയിലെ ഇൻ്റർനാഷണലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം ഇത് 1 വേർഡായിട്ട് ഒന്ന് എഴുതിയെടുത്തേക്കണേ, 1 വേർഡായിട്ട്. ഇനി നോക്കൂ കുഞ്ഞുങ്ങളെ, എന്താണ് ഈ ഫോസിലുകൾ? നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ളൊരു കുറേ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫോസിലുകൾ എന്നാൽ എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ, അതായത് നമ്മുടെ അയ്യത്ത് അല്ലെ, പറമ്പിലൊക്കെ എന്താണെന്നറിയോ, പണ്ട് കാലത്തെ, അതായത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. അവരൊക്കെ എന്താണ്, മണ്ണിനോടങ്ങ് അലിഞ്ഞു ചേരും അല്ലേ, മണ്ണിനോട് ജീർണിച്ച് അഴുകി ചേരുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതാ കുഞ്ഞുങ്ങളെ, പണ്ട് കാലത്ത്, ഇപ്പം പണ്ട് നമ്മൾ പറയും ഡൈനോസർ ഉണ്ടായിരുന്നു എന്ന് പറയത്തില്ലേ, അതിനുള്ള ഒരു ഒറ്റ തെളിവ് എന്താണ്, അതിൻ്റെയൊക്കെ അസ്ഥികൂടങ്ങൾ പിന്നീടുള്ളവർ കണ്ടുപിടിച്ചു അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ജീവി അവിടെ അങ്ങനെയുള്ള ജീവികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യർ പണ്ട് കാലത്തും ജീവിച്ചിരുന്നു എന്നതിനോട് തെളിവ് എന്താ, അവരുടെ എല്ലാ അസ്ഥികളും നമുക്ക് എന്താണ് കുഴിക്കുമ്പോൾ കിട്ടും അല്ലേ. അങ്ങനെ ഉണ്ട്, അതാണ് അവർ പണ്ട് കാലത്തും ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നത്. അതാ ഫോസിലുകൾ കേട്ടോ കുഞ്ഞുങ്ങളെ. ഫോസിലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന സസ്യങ്ങൾ, പണ്ടുകാലത്തെ സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ്. എന്ന് വെച്ചാൽ മണ്ണിനോട് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്ന എല്ലുകളില്ലേ, തലയോട്ടി, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, തലയോട്ടി, എല്ലുകൾ, അതൊക്കെ അതിനെയാണ് പറഞ്ഞത്, ശേഷിപ്പുകളെയാണ് നമ്മൾ എന്താ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ആൻഷ്യൻ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് കേട്ടോ. ഫോസിൽ എന്നാൽ എന്തെന്ന് വൃത്തിയായിട്ട് പഠിക്കണം. ഇതിനകത്തിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ, അത് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഞാൻ ഇല്ല കുഞ്ഞുങ്ങളെ, പാർട്ടായിട്ട് നമുക്ക് എഴുതാം. ഞാൻ 10 ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ 10 എണ്ണവും നല്ലതുപോലെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. These are generally embedded in rock and have been preserved for millions of years. അതായത് പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മ്യൂസിയത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ഫോസിലുകൾസ്, പണ്ട് ഡൈനോസറിൻ്റെ ഒക്കെ ഫോസിലുകളൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഫോസിൽസ് ആർ ദ റിമെയിൻ ഓഫ് ആൻഷ്യൻ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് അല്ലേ. പുരാതന പണ്ട് കാലങ്ങളിലുള്ള സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ, അതിൻ്റെയൊക്കെ ശേഷിപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള അഴുകി നമ്മുടെ മണ്ണിനോട് ചേർന്ന് അഴുകിപ്പോയതിന് ശേഷമുള്ള ബാക്കി വരുന്ന കാര്യങ്ങളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമ്മുടെ ഈ ഫോസിലുകളെ കുറിച്ച് ഈ പറഞ്ഞല്ലോ, ഇപ്പം ഈ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലയോ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തിന് പറയുന്ന പേര് പാലിയൻറ്റോളജി എന്നാ കുഞ്ഞുങ്ങളെ കേട്ടോ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിനെ പാലിയൻറ്റോളജി എന്നാ പറയുന്നത്. സ്പെല്ലിംഗ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷുകാർക്ക് മലയാളം. സ്റ്റഡി ഓഫ് ഫോസില്, പാലിയൻറ്റോളജി. ഓക്കെ, ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഇത് എത്ര വർഷം മുമ്പേ മരിച്ചതാണ്, ഇപ്പം 10 കൊല്ലം മുമ്പേ ഉള്ള സ്കൾട്ടണോ വല്ലോ നമുക്ക് കിട്ടിയത്, അത് എത്ര വർഷം മുമ്പേ ഉള്ളതാണെന്ന് എങ്ങനെ നമ്മൾ അറിയുമെന്ന് എങ്ങനെയാ നോക്കിയേ. കാർബൺ ഡേറ്റിംഗ് എന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫോസിലുകൾ എന്നാൽ എന്താണ്, ഇതിൻ്റെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ പേരെന്താണ്, ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഫോസിൽ എന്നാൽ എന്താണ്, ഇത് ആൻഷ്യൻ്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് റിമെയിൻസ് അല്ലേ. ഫോസിൽസ് ആർ ദി റിമെയിൻസ് ഓഫ് ആൻഷ്യൻ്റ് പ്ലാന്റ് ആൻഡ് എല്ലാം എളുപ്പമുള്ള വാക്കുകളല്ലേ കുഞ്ഞുങ്ങളെ.
പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഈ ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്നതിനെ പാലിയന്റോളജി എന്ന് പറയുന്നു. ഫോസിലുകളുടെ കാലപ്പഴക്കം എന്ന് വെച്ചാൽ ഇത് എത്ര വർഷത്തിന് മുമ്പുള്ളതാണ് അല്ലേ, ഈ സ്കൾട്ടണോ അല്ലെ അസ്ഥികൂടോ എന്തെങ്കിലും കിട്ടിയേ അല്ലേ, സ്കൾട്ടൺ തന്നെ അസ്ഥികൂടോ, അപ്പോൾ അത് എന്തെങ്കിലും തലയോട്ടിയോ വല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം മുമ്പേ മരിച്ചതാണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഏത് വിദ്യയാണ്, ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നമുക്ക് നിർണ്ണയിക്കാം. ഏതാ, കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യ. അപ്പോൾ പേരൊക്കെ നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. കാർബൺ ഡേറ്റിംഗ് നമ്മുടെ ടെസ്റ്റിലുണ്ട്, ഉള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതാര്? ആരാ കുഞ്ഞുങ്ങളെ? മനുഷ്യരുടെ ഉത്ഭവം. നമ്മൾ ഈ മനുഷ്യരൊക്കെ നേരത്തെ ജീവനോടെ ഉണ്ട് അല്ലേ, നമുക്ക് മുന്നേ ഒരുപാട് പേര് നമ്മൾ പൊതുവേ പറയേണ്ട കുരങ്ങിൽ നിന്നുമാണ് മനുഷ്യർ ഉണ്ടായത് എന്നൊക്കെ പറയും അല്ലേ. അതിനെക്കുറിച്ചാണ് നമ്മൾ ആ ഫസ്റ്റ് പേജിൽ വായിച്ചത്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ആരാ കുഞ്ഞുങ്ങളെ? ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ പുട്ട് ഫോർവേഡിയെ സയൻറ്റിഫിക് പെർസിപ്പിറ്റേറ്റീവ്, ആ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ അറിയണേ, ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് കേട്ടോ. ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, നമ്മുടെ മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സയൻറ്റിഫിക് ശാസ്ത്രീയപരമായ കാഴ്ചപ്പാട്. സ്പെല്ലിംഗ് അറിയണേ, പെർസ്പെക്റ്റീവ് കേട്ടോ, PER സ്പെക്റ്റീവ് കേട്ടോ, പെർസെപ്റ്റീവ് ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ. സ്പെല്ലിംഗ് നല്ലപോലെ അറിയണേ കേട്ടോ. അടുത്ത മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ്? മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ആദ്യമായിട്ട് അത് ആരാ കണ്ടുപിടിച്ച? നമ്മുടെ ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത് അല്ലേ. ഇത് എന്ന് വെച്ചാൽ എവല്യൂഷൻ എന്നാണ് ഇംഗ്ലീഷ് കേട്ടോ. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ്? ഏതാ കുഞ്ഞുങ്ങളെ? 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെയാണ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെയാണ്. ഹി പ്രസന്റഡ് ഹിസ് തിയറി ഓൺ ഹ്യൂമൻ എവല്യൂഷൻ ഇൻ ഹിസ് ബുക്ക്. ഏതാ കുഞ്ഞുങ്ങളെ? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, പബ്ലിഷ്ഡ് ഇൻ 1859. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്ന, അതാ ഞാൻ ഈ വരച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. ഏതാ നമ്മുടെ പരിണാമത്തെക്കുറിച്ചുള്ള ചാൾസ് ഡാർവിൻ്റെ ബുക്കിൻ്റെ പേര് കേട്ടോ. ഈ പേര് ഓർത്തണേ, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് കേട്ടോ. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാടിക്കേറി മനുഷ്യരുണ്ടായി എന്നൊന്നുമല്ല, ഒരുപാട് കാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് അല്ലേ മനുഷ്യർ ഉത്ഭവം. നമ്മൾ നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമാണെങ്കിൽ കുനിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അവരുടെ എല്ലാം മുഖം നോക്കിയാൽ നമുക്കറിയാം. ആ മുഖങ്ങളിൽ നമ്മുടെ കുരങ്ങിൻ്റെ മുഖമില്ലേ, കുരങ്ങിൻ്റെ മുഖവും കുരങ്ങിൽ നിന്നാണ് നമ്മൾ ഉണ്ടായെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കുരങ്ങിൻ്റെ മുഖവും നമ്മുടെ മുഖവും തങ്ങളിൽ നോക്കിക്കേ. അങ്ങനെ ഒരുപാട് കാലം അല്ലേ, ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് നമ്മുടെ മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരാണ്? ചാൾസ് ഡാർവിൻ അല്ലേ. അതുകൊണ്ട് ഇതിനെ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് അദ്ദേഹം പേര് നൽകി. എന്താ കുഞ്ഞുങ്ങളെ? പരിണാമം എന്ന് വെച്ചാൽ മാറ്റം അല്ലേ. എവല്യൂഷൻ, പരിണാമം എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റം എന്നല്ലേ. അപ്പം എവല്യൂഷൻ എന്ന് പേര് നൽകി. ആരാ പേര് കൊടുത്തത്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ്റെയൊക്കെ സ്പെല്ലിംഗ് അറിയണേ കുഞ്ഞുങ്ങളെ. മലയാളം ആയാലും CHARLE, ചാൾസ്. ഡാർവിൻ DARWIN ആണ് ഡാർവിൻ. മലയാളത്തിലോ ചാൾസ് എന്ന് പറയുന്ന കുട്ടികൾ ആരെങ്കിലും ഇതിനകത്തിലുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൊടുക്കണേ. ചാൾസ് ഡാർവിൻ കണ്ടോ? ചാൾസോ ഡാർവിനോ വല്ലോ ഇതിനകത്തിൽ നമുക്കുണ്ടോ? നമ്മുടെ ക്ലാസ് കാണുന്ന എൻ്റെ ലിങ്കിലുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടെങ്കിൽ അത് പറയണേ. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻ ആൻസർ, 8 അല്ല അതിൽ കൂടുതലുണ്ട് അല്ലേ. അടുത്ത നമ്മൾ 9ാമത്തെ നോക്കുകയും 9ാമത്തെ പരിണാമത്തിൻ്റെ നമ്മളിപ്പോൾ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഒരുപാട് മാറ്റത്തിലൂടെയാണ് ഉണ്ടായതെന്നും നമ്മൾ പഠിച്ചു ഇല്ലേ. ഇതിന് പല ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു ഉണ്ടല്ലോ. പല ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ആദ്യം എന്താണെന്നറിയോ, ഞാൻ ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും എഴുതിയോണ്ടാണ് ഒത്തിരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ എഴുതിയത്. നിങ്ങൾക്ക് കാണാണ്ട് പ്രിമേറ്റ്സ് എന്താണ്? പ്രൈമേറ്റുകൾ എന്നാണ്. പ്രൈമേറ്റ്സ് PRI ആണല്ലേ.
പ്രൈമേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സസ്തനികളാണ്. സസ്തനികളിൽ ഒരു വിഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്തനി എന്ന് വെച്ചാൽ എന്താണ്? മമ്മൽസ് എന്ന് വെച്ചാൽ ഈ പ്രസവിക്കുന്ന ജീവികൾ കേട്ടോ. എല്ലാത്തിനെയും ക്ലൂ എഴുതി വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വായിക്കാൻ അറിയാൻ വയ്യാത്ത ഇനി ഞാൻ പറയുന്നതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈമേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്തനികളിൽ ഒരു വിഭാഗമാണ്. എന്തോ ഈ സസ്തനി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും മമ്മൽസ് അല്ലേ? മമ്മൽസ് എന്ന് വെച്ചാൽ എന്താ? പ്രസവിക്കുന്ന ജീവികൾ. അതാണ് ഒന്നാമത്. നോക്കിയേ 2 ഹോമിനോയിഡുകൾ. എന്താ ഈ ഹോമിനോയിഡ്? അതായത് വോക്കിംഗ് ഓൺ ആൾ 4, അവർ 4 കാലിലാണ് നടത്തം എന്ന് വെച്ചാണ്ടല്ലോ. നിങ്ങൾ എന്താ അതിൻ്റെ പേര് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. കൈയും കാലും വെച്ച് അവരിങ്ങനെ നടന്ന് പോകുന്നത്. കൈയും കാലും വെച്ച് അല്ലേ? ഗൊറില്ലയൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞില്ലേ? അത് തന്നെ ഗൊറില്ലയുടെ ഒക്കെ ഇനം. ഹോമിനോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കിങ് ഇൻ ഓൾ 4 കാലിൽ നടന്നു പോകുന്നത് കേട്ടോ. ആദ്യം എന്താണ്? പ്രസവിക്കുന്ന അല്ലേ മമ്മൽസ്, സസ്തനികളുടെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്. ഇത് 1 മാർക്കിനൊക്കെ ചോദിക്കും. അടുത്ത ഹോമിനോയിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാലിൽ നടക്കുന്നവരെയാണ് 1 മാർക്കിനൊക്കെ ചോദിക്കുക കുഞ്ഞുങ്ങളെ ഹോമിനോയിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹോമിനിഡുകളുണ്ട്, ഹോമിനോയിഡുണ്ട്, ഹോമിനിഡുകളുണ്ട്. ഹോമിനിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാലിൽ അല്ലേ? 2 കാലിൽ നടക്കുന്നതിനെയാണ് ഹോമിനിഡുകൾ എന്ന് പറയുന്നത്. ഇനി ഈ 2 കാലിൽ നടക്കുന്നതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്താ? ആസ്ട്രലോപിത്തേക്കസും ഹോമോ എന്നും 2ആയിട്ട് തിരിക്കാം. പേര് നല്ലോണം നോക്കണേ നിങ്ങളെ. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഈ ഹോമോയെ വീണ്ടും 3ആയിട്ട് തിരിക്കാം. നോക്കിയേ. ഹോമോ ഹാബിലസ് എന്ന് വെച്ചാൽ ഉപകരണ നിർമ്മാതാക്കൾ, ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളിനെയാണ് ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത്. ഇനി ഹോമോ ഇറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. നമ്മളൊക്കെ ഹോമോ ഇറക്റ്റാ ആണല്ലോ, നിവർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുമല്ലോ. ഹോമോ ഇറക്റ്റസ്, അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ. ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യരുമാണ്. അപ്പോൾ ഈ ഹോമോയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ 3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എവല്യൂഷൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെ പാർട്ടായിട്ട് എവല്യൂഷനെ തിരിച്ചിട്ടുണ്ട്, പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ? 1 പ്രൈമേറ്റുകളാണ് കേട്ടോ. പ്രൈമേറ്റുകൾ. 2 ഹോമിനോയിഡുകൾ. പേര് തിരിഞ്ഞു പോവല്ലേ? എല്ലാം മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. ഹോമിനോയിഡ്. പിന്നെ ഹോമിനിഡുകൾ. ഈ ഹോമിനിഡുകളെ വീണ്ടും 3ആയിട്ട് തിരിച്ചു. ഹോമിനിഡുകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആസ്ട്രോപിത്തേക്കസ് എന്നും ഹോമോ എന്നും. ഹോമോയിലാണ് നമ്മൾ വരുന്നത്. ഏതാ? ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണങ്ങളൊക്കെ ടൂൾസ് മേക്കറും, ഹോമോ ഇറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൈറ്റ് ഹ്യൂമൻ നിവർന്ന് നിൽക്കുന്ന ആൾക്കാരും, ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ചാൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാരുമാണ് കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഇത് ഒരുപാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യത്തിന് വേണ്ടി എഴുതിയത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം എഴുതുവാണെങ്കിൽ ഓരോ വാക്കുകളേ ഉള്ളൂ. മലയാളം എഴുതി വെക്കുന്നത് എന്തിനാണെന്നറിയോ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് വായിക്കാൻ ആദ്യമായിട്ട് ചില വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് എന്താ ഞാൻ അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ നമ്മുടെ ഈ പാർട്ടിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ്റെ വികാസത്തിൻ്റെ പണ്ട് കാലത്ത് താമസിച്ച പോലാണോ നിങ്ങളെ ഇപ്പം നമ്മൾ താമസിക്കുന്നത്? പണ്ട് നമ്മുടെ അച്ഛൻ്റെ ഒക്കെ കാലത്ത് താമസിച്ച പോലാണോ ഇപ്പം നമ്മൾ താമസിക്കുന്നത്? അല്ല. മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? ഞാനൊരു 4 എഴുതി വെച്ചിട്ടുള്ളൂ. കാരണം 5-6 പോയിൻ്റൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ഓർഡറിൽ നോക്കൂ നിങ്ങളെ. ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഫോറസ്റ്റ്. പണ്ട് കാലത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ അല്ലേ? പഴയ ആൾക്കാർ, ആദിമ മനുഷ്യർ താമസിച്ചിരുന്നത് അല്ലേ വസിച്ചിരുന്നത് കേവ് എന്ന് വെച്ചാൽ ഗുഹയെന്നാവും നിങ്ങളെ. ഗുഹകളിലും ഫോറസ്റ്റ് വനങ്ങളിലുമായിരുന്നു. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? പണ്ട് കാലത്ത് താമസിച്ചിരുന്ന ആൾക്കാർ, അതായത് ആദിമ മനുഷ്യർ വനങ്ങളിലും ഗുഹകളിലും ഒക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഒന്നാമത്തെ വരി ഓക്കെയാണോ? ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ കേവ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ ആണോ നിങ്ങളെ? രണ്ടാമത്തെ, ദേ ഗ്യാതേർഡ് ഫുഡ് ആൻഡ് 100 ആനിമൽ. പണ്ട് കാലത്തെ ആൾക്കാർ ബിരിയാണിയും ചോറും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? അല്ല, അവർക്ക് ഫുഡ് വേണമെങ്കിൽ അവർ തന്നെ പോയി അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരണം അല്ലേ? അവരെങ്ങനെ? മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ ശേഖരിച്ചും
എന്തെങ്കിലുമൊക്കെ മാംസങ്ങൾ ഭക്ഷണമാക്കിയും ഒക്കെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത് അല്ലേ. ദേ ഗാദേർഡ് ഫുഡ് ആൻഡ് 100 ആനിമൽ എന്ന് വെച്ചാൽ വേട്ടയാടുക എന്ന്. 100 ആനിമൽ അല്ലേ, മൃഗങ്ങളെ വേട്ടയാടിയും അതിൻ്റെ ഭക്ഷണം മാംസം ഭക്ഷിച്ചും കായ്കനികൾ ശേഖരിച്ചും ഒക്കെ ആയിരുന്നു അവർ ആഹാരം കഴിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത് എന്തായിരുന്നു, അവർ താമസിച്ചിരുന്നത് അല്ലെ വസിച്ചിരുന്നത് ഗുഹകളിലും ഫോറസ്റ്റിലുമായിരുന്നു. രണ്ടാമത് അവർ ഫുഡ് കഴിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ ശേഖരിച്ചും ആ മൃഗങ്ങളെ വേട്ടയാടി കിട്ടിയ മാംസം ഭക്ഷണമാക്കിയും ഒക്കെ ആയിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. ദേ ഗാദേർഡ് ഫുഡ് ആൻഡ് 100 ആനിമൽസ്. പിന്നോ ദേ യൂസ്ഡ് സ്റ്റോൺ ഫൗണ്ട് ഇൻ ദെയർ സറൗണ്ടിങ് ആസ് വേപ്പൺസ്. ഇനി ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കിയിരുന്നു. അവർക്ക് ആയുധം ഇന്നത്തെ കൂട്ട് കത്തിയും കത്താള് ഇരുമ്പ് തൂമ്പ അന്നൊന്നും ഇല്ലായിരുന്നു അല്ലേ. അന്നെന്താ അവർ ചുറ്റുപാടുകളിൽ നിന്നും വെപ്പൺസ് എന്ന് വെച്ചാൽ ആയുധങ്ങളാണ് കേട്ടോ. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച നല്ല സ്റ്റോണുകൾ, വലിയ നല്ല സ്റ്റോണുകളല്ല അവരെന്ത് ചെയ്തു, അതൊക്കെ കൂർപ്പിച്ച് മൊനയൊക്കെ ഉണ്ടാക്കി അത് അവർ വെച്ചിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു. പിന്നോ ദേ പീരീഡ് ഈസ്, അതുകൊണ്ട് ദീസ് പീരീഡ് ഈസ് കാൾഡ് സ്റ്റോണേജ് എന്ന് അറിയപ്പെടുന്നു. ബിക്കോസ് ദേ യൂസ്ഡ് സ്റ്റോൺ ആസ് വേപ്പൺ. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താ നിങ്ങളെ ശിലായുഗം. അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ഉണ്ട് ഇന്നത്തെ കാലഘട്ടം. ഞാൻ ആ ശിലായുഗം വരെ എഴുതിയിട്ടുണ്ട് നിങ്ങളെ. ആ 4 പോയിന്റ് നല്ലതുപോലെ പഠിക്കണം. 5 ഉണ്ട് ഇപ്പോഴത്തേത് കേട്ടോ. അത് ഞാൻ എഴുതുന്നതിന് മുമ്പേ ഈ ശിലായുഗം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ശിലായുഗത്തെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജ് എന്നും മെസോലിത്തിക് ഏജ് എന്നും നിയോലിത്തിക് ഏജ് എന്നും. എന്ന് വെച്ചാൽ പ്രാചീന ശിലായുഗം അല്ലേ, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? നമ്മൾ അത്ര അവിടെ നിൽക്കട്ടെ. 10 ക്വസ്റ്റ്യൻ ആൻസറേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ആ 10 പഠിച്ചിട്ട് എന്നോട് പറയണം. അപ്പോൾ ആരും പറയാൻ കാണത്തില്ല അല്ലേ. അത് എഴുതിയെടുക്കണം നിങ്ങളെ, വലുതായിട്ടും വൃത്തിയായിട്ടും എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് എന്നോട് പറയണം. നിങ്ങൾക്ക് ടെസ്റ്റ് വായിച്ച് തരണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറ. ടെസ്റ്റ് വായിച്ച് നമ്മൾ സയൻസ് പഠിച്ചതുപോലെ പഠിക്കാം. അതല്ല അത്രയും കൂടെ സമയം ഞാൻ ലാഭിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതിയെടുത്തത്. കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതി നിങ്ങളെ കാണിച്ചത്. ടെസ്റ്റിലെ ഇംഗ്ലീഷും മലയാളവും നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിനകത്തിലെ പ്രധാനപ്പെട്ടത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ADBC ഒക്കെ എന്തുവാണെന്നറിയണം കേട്ടോ. ഫോസിൽസ് എന്താണെന്നറിയണം, ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണെന്നറിയണം. ഇത് എത്ര വർഷം കാലപ്പഴക്കം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പരിണാമത്തെക്കുറിച്ച് കണ്ടുപിടിച്ചത് ചാൾസ് ഡാർവിനാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഓൺ ദ ഒറിജിൻ ഓഫ് ദ സ്പീഷ്യസ് എന്നാണ് അല്ലേ. പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അത് പ്രൈമേറ്റുകൾ, ഹോമിനിഡുകൾ അല്ലേ. അതിനകത്തിൽ ഹോമോയിൽ വരുന്നതാണ് നമ്മളൊക്കെ. ഹോമോ ഹാബിലസും ഹോമോ ഇറക്റ്റും ഹോമോ സാപ്പിയൻസും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഹ്യൂമൻ എവല്യൂഷൻ. അതിൻ്റെ ഓരോ സ്റ്റേജുകൾ 4 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 4 വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ബാക്കി പാർട്ട് നമുക്ക് പിന്നെ അടുത്ത പാർട്ട് 2 ആയിട്ടിടാം. ഇത് നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങളെ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ടെസ്റ്റ് വായിക്കണമെന്നുണ്ടെങ്കിലും കേട്ടോ. എന്തായാലും എൻ്റെ കുറേ സബ്സ്ക്രൈബർ ഉണ്ട് കുഞ്ഞുങ്ങളെ, അവർ കണ്ടിട്ട് കമൻറ്റ് പറയണേ കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ കേട്ടോ. കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.